കേരളം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന ആദ്യത്തെ പൊന്നോമനയല്ല തസ്മിത് തസീം. തട്ടിക്കൊണ്ടുപോയവർ മുതൽ കാണാതായവർ വരെ നിരവധിയുണ്ട് കേരളത്തിൽ. അതിൽ പലരെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും അവരുടെ മാതാപിതാക്കൾ. കുട്ടികളുടെ തിരോധാന കേസിൽ ഇന്നും ഒരു തുമ്പുമില്ലാതെ കേരളം ചർച്ച ചെയ്യുന്ന കേസാണ് ആലപ്പുഴ സ്വദേശിയായ രാഹുലിന്റെ തിരോധാനം. ആലപ്പുഴ ആശ്രാമം വാർഡിൽ AR രാജുവിന്റെയും മിനിയുടെയും മകനായ 7 വയസ്സുകാരൻ രാഹുലിനെ 2005 മെയ് 18 കാണാതാകുന്നത്. വീടിനടുത്തുള്ള മൈതാനത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയതായിരുന്നു രാഹുൽ. പിന്നീട് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. 1.5 വർഷത്തിലധികം പോലീസ് കുട്ടിയെ തിരഞ്ഞു. പിന്നീട് CBI ഏറ്റെടുത്തുവെങ്കിലും ഫലം നിരാശ. 2015 ഇനി അന്വേഷിക്കാൻ ബാക്കിയൊന്നുമില്ലെന്ന് CBI കോടതി അറിയിച്ചതോടെ കേസ് അവസാനിച്ചു. 2009 ജനുവരി 28 മുടിവെട്ടാൻ ബാർബർ ഷോപ്പിലേക്ക് ഇടുക്കി സ്വദേശി തങ്കച്ചന്റെ മകൻ ജോബിൻ പോയത്. അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 100 രൂപയുണ്ടായിരുന്നു കയ്യിൽ. തിരിച്ചെത്തിയില്ല. അന്വേഷണത്തിൽ ജീപ്പിൽ കയറിപ്പോയ കാര്യമറിഞ്ഞു. കാണാതായി 3 മാസങ്ങൾക്കിപ്പുറം കോയമ്പത്തൂരിൽ നിന്നൊരു ഫോൺ കോൾ എത്തി. തന്നെ അന്വേഷിക്കേണ്ടെന്നും ജോലി ചെയ്ത് പണം സമ്പാദിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാമെന്നുമായിരുന്നു ആ 8ാം ക്ലാസ്സുകാരന്റെ ഫോൺ സന്ദേശം. അച്ഛൻ കോയമ്പത്തൂരിലെത്തി അവിടെ ജോലി ചെയ്തുകൊണ്ട് അന്വേഷണം തുടങ്ങി. ഫലം നിരാശ. രണ്ട് ആന്റിമാരും 2 അങ്കിൾമാരും അവള് പറയുന്നു. ഒരു ആന്റിയെ കണ്ടോളൂ. രാവുറങ്ങാതെ കേരളം കാത്തിരുന്നതാണ് കൊല്ലം ഓയൂരിലെ പെൺകുട്ടിയെ. ട്യൂഷന് സഹോദരനൊപ്പം പോയ കുട്ടിയെ മോചിപ്പിക്കാനായി 10 ലക്ഷം രൂപയാണ് കുടുംബത്തോട് തട്ടിക്കൊണ്ടുപോയ മൂവർ സംഘം മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത്. മാധ്യമങ്ങളുടെയും പോലീസിന്റെയും അന്വേഷണത്തിനൊടുവിൽ ആശ്രാമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു. ആലുവയിൽ വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 5 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കാണാതായത് 2023 ജൂലൈ 28 വൈകുന്നേരം 3 മണിയോടെയാണ്. മിഠായി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പ്രതി അസഫ കാലം കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാജ്യമനസാക്ഷിയെ ഞെട്ടിച്ചതാണ് ആലുവയിലെ 5 വയസ്സുകാരിയുടെ തിരോധാനവും കൊലപാതകവും. ഒരു മാസം തികയും മുൻപേ ആലുവയിൽ രക്ഷിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന മറ്റൊരു അതിഥി തൊഴിലാളിയുടെ മകളായ 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന തിരച്ചിലിൽ പാടത്തു നിന്ന് വസ്ത്രങ്ങളൊന്നുമില്ലാതെ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. തിരുവനന്തപുരത്തെ നാടോടി സംഘത്തിലെ കുട്ടിയെ കാണാതെ പോയതും കണ്ടെത്തിയതും അതീവ നാടകീയമായാണ്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.